ഞങ്ങളിവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? പറയുന്നതിന് ഒരു മാന്യത വേണം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, രേണുവിൻ്റെ ഒക്കെ വീട് ഈ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാം. അതാണ് സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീട്. ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോകുമ്പം മക്കൾ തന്നെയുള്ള വീട്ടിൽ അവിടെ പപ്പായും അമ്മയും ഉണ്ട്. കുഞ്ഞുങ്ങളെ 3 പേരെ പപ്പായും അമ്മയാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കൾ അവിടെയായിരിക്കും. ഈ മക്കളെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതുപോലെ ഞാൻ മോശമായിട്ട് കമൻസ് ഇടുന്നവരോടൊരു അപേക്ഷയാണ്, ഞങ്ങൾക്കും ജീവിക്കണം. ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. ഇതാണ് തേപ്പ്, കണ്ടോ? ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. ഇത് ഈ 2 മീറ്റർ മേളിലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് ഇതൊന്നും വെളിവരുത്. രേണു സുധി പറയുന്ന കള്ളമാണ്, അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളമാണ്, ഞങ്ങൾ കൊല്ലംകാർ താമസിക്കാനാണ് വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അവിടെ കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേര് നമുക്കല്ല ഞങ്ങളുടെ വീടല്ല, ഈ കുഞ്ഞ് ഈ 5 വയസ്സുകാരന്റെ കാര്യം ആര് പറയും? അവര് താമസിക്കണ്ടല്ലേ? കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ? ആരെങ്കിലും ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്ന യൂട്യൂബ് കൂടെ രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്, രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ, ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? എന്നാ യൂട്യൂബേഴ്സാടാ, നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണ്, നിനക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും. അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് കരുതിക്കൂ.